എല്ലാവർക്കും മാനേജ്മെൻറ്റ് ആൻഡ് കൊമേഴ്സ് കോർണറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന നമ്മൾ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയും അതിൻ്റെ ഫ്യൂച്ചേഴ്സും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിൽ. ഇനി അതിൻ്റെ മെറിറ്റ്സ് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ലയബിലിറ്റിയാണ്. ദ ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സ് ഓഫ് എ കമ്പനി ഈസ് ലിമിറ്റഡ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് ദ എമൗണ്ട് unpaid on the shares held by them. എന്താണ് ലിമിറ്റഡ് ലയബിലിറ്റിയാണ്. ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ആ ലയബിലിറ്റി എന്ന് നമ്മൾ പഠിക്കാൻ തുടങ്ങിയതിന് തുടക്കം മുതൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പാർട്ണർഷിപ്പാണെങ്കിലും മറ്റേ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും അവിടെയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള ടൈമാണ് ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്നത്. എന്താണ്, നമ്മുടെ ലയബിലിറ്റി എത്രമാത്രം ഉണ്ടെന്നുള്ളത് ഒരു സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും, ഒരു ലിമിറ്റ് ഉണ്ടാകും എന്ന്. അതാണ് ലിമിറ്റഡ് ലയബിലിറ്റിയിൽ പറയുന്നത്. അപ്പോൾ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിലെ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, അൺപെയ്ഡ് എമൗണ്ട് ഹെൽഡ് ബൈ അവർ പേ ചെയ്യാത്ത എമൗണ്ട് എത്രമാത്രം ഉണ്ടോ അതിൻ്റെ ബേസിൽ അവർ വാങ്ങിച്ചിരിക്കുന്ന ഷെയറിൻ്റെ ബേസിലാണ് അവരുടെ ഷെയർ, അൺപെയ്ഡ് ഷെയർ, അവർ വാങ്ങിച്ചിരിക്കുന്ന ഷെയറിൻ്റെ പെർസെൻറ്റേജിൽ അൺപെയ്ഡ് ആയിട്ടുള്ളതിൻ്റെ അതിൻ്റെയൊക്കെ ബേസിലാണ് ലയബിലിറ്റി എന്ന് പറയുന്നത് ഫിക്സ് ചെയ്യുന്നത്. ദ പേഴ്സണൽ അസറ്റ്സ് ഓഫ് മെമ്പേഴ്സ് ആർ നോട്ട് യൂസ്ഡ് ടു പേ ഓഫ് ദ ഡെബ്റ്റ്സ് ഓഫ് ദ കമ്പനി. എന്താ പറഞ്ഞിരിക്കുന്നത്, കമ്പനിയുടെ ഡെബ്റ്റ്സ് എല്ലാം പേ ചെയ്യാനായിട്ട് ആ മെമ്പേഴ്സിൻ്റെ പേഴ്സണൽ പ്രോപ്പർട്ടി, പേഴ്സണൽ അസറ്റ്, അതായത് അവരുടെ വസ്തുവകകളൊന്നും എടുക്കേണ്ടതായിട്ട് വരില്ല. ഇറ്റ് റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ഇൻവെസ്റ്റേഴ്സ്. അതുകൊണ്ട് തന്നെ ഇത് ഇൻവെസ്റ്റേഴ്സിൻ്റെ റിസ്ക് റെഡ്യൂസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ലിമിറ്റഡ് ലയബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. ദ സെക്കൻഡ് വൺ ആണ് ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്. ദ ഷെയർ ഓഫ് എ കമ്പനി ആർ ഫ്രീലി ട്രാൻസ്ഫറബിൾ ബൈ ഇറ്റ്സ് മെമ്പേഴ്സ് എക്സെപ്റ്റ് ഇൻ കേസ് ഓഫ് എ പ്രൈവറ്റ് കമ്പനി. എന്താണ്, ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും, ഫ്രീലി ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. എക്സെപ്റ്റ് ഇൻ ദ കേസ് ഓഫ് പ്രൈവറ്റ് കമ്പനിക്ക് അല്ലാതെ അതിലുള്ള മെമ്പേഴ്സിന് ഷെയർസ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. ഫ്രീ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ് പ്രൊവൈഡ് ലിക്വിഡിറ്റി ടു ദ മെമ്പേഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ്. ലിക്വിഡിറ്റി ഉണ്ടാവുമെന്ന്, പെട്ടെന്നായിട്ട് ട്രാൻസ്ഫറബിൾ, അതായത് നമുക്ക് ഷെയർസ് പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൺവേർട്ട് ചെയ്ത് പണമാക്കി മാറ്റാൻ പറ്റുമെങ്കിൽ അത് ഇൻവെസ്റ്റ്മെൻറ്റിന് കൂടുതൽ ലിക്വിഡിറ്റി ടു ദ മെമ്പേഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് മെമ്പേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടും. കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റുമല്ലോ ഷെയർസ്. അതുകൊണ്ട് തന്നെ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്ത് നമുക്ക് എമൗണ്ട് എടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇതിലെന്താ പറഞ്ഞാൽ കൂടുതൽ മെമ്പേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്യുന്നത്. ദിസ് അവോയ്ഡ് ദ ബ്ലോക്കേജ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആസ് ദ മെമ്പേഴ്സ് ക്യാൻ ഈസിലി സെൽ ദർ ഷെയർസ് വെൻ നീഡ് റൈസസ്. എന്താണ് പറയണത്, നമുക്കൊരാവശ്യം വരുവാണെങ്കിൽ, എന്തെങ്കിലും ഒരു ആവശ്യം വരുവാണെങ്കിൽ മെമ്പേഴ്സിന് ഈസിലി സെല്ല് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ അവരുടെ ബ്ലോക്കേജ്, അതായത് ഫണ്ടിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒന്നും ബ്ലോക്ക് പെട്ടെന്ന് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവിടെ ബ്ലോക്കേജ് ഉണ്ടാവാനായിട്ട്, തടസ്സങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസാണ് അടുത്ത മെറിറ്റായിട്ട് പറയുന്നത് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയെ സംബന്ധിച്ച്. തേർഡ് വൺ, സ്കോപ്പ് ഫോർ എക്സ്പാൻഷൻ. ഷെയർസ് ഓഫ് സ്മോൾ വാല്യൂ ആൻഡ് ലിമിറ്റഡ് ലയബിലിറ്റി ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ക്യാൻ attract the large amount of capital by the company from the public. Availability of necessary funds make it possible for a company to undertake business activities ഓൺ എ ലാർജ് സ്കെയിൽ. എന്താ പറഞ്ഞിരിക്കുന്നത്, സ്കോപ്പ് ഓഫ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത്, അതായത് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനായിട്ട്, അതായത് വികസിപ്പിക്കാൻ വേണ്ടിയിട്ട്, നിലവിലുള്ള കമ്പനീനെ വികസിപ്പിക്കാനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ ഓഫ് സ്മോൾ വാല്യൂ ആൻഡ് ലിമിറ്റഡ് ലയബിലിറ്റി ഉള്ളതുകൊണ്ട് സ്മോൾ ഷെയർ ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെ സ്മോൾ ഷെയർസായിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റൂല, ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ലയബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ ഇത് ഷെയർ ഹോൾഡേഴ്സിനെ അട്രാക്റ്റ് ചെയ്യും. അവരുടെ ഷെയർസ് ഇപ്പോൾ കുറച്ച് പോർഷനായിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അതെപ്പോഴും നമുക്ക് ലയബിലിറ്റി എന്ന് പറയുന്നത് ഇത്ര കൂടുതൽ വരില്ല എന്ന് അങ്ങനെയുള്ളൊരു ഇതുള്ളത് കൊണ്ട് തന്നെ ഈ ഷെയർസ് മാക്സിമം പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വാങ്ങിക്കാനായിട്ട് നോക്കും. അപ്പോൾ അവൈലബിലിറ്റി ഓഫ് നെസസിറ്റി ഓഫ് ഫണ്ട്സ് മേക്ക് ഈസ് പോസിബിൾ. അപ്പോൾ കമ്പനീനെ സംബന്ധിച്ച് ഫണ്ട് കൂടുതലായിട്ട് ലഭിക്കുന്നു. ഇതുവഴി ബിസിനസ് ആക്ടിവിറ്റീസ് ലാർജ് സ്കെയിലിലേക്ക് കൺവേർട്ട് ചെയ്യാനൊക്കെ
ലാർജ് സ്കെയിലിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു. നെക്സ്റ്റ് പോയിന്റ് വരുന്ന എന്താണ് പെർപെക്ച്വൽ സക്സഷൻ. എന്താണ്? ആസ് എ റിസൾട്ട് ഓഫ് ഇറ്റ്സ് സെപ്പറേറ്റ് ലീഗൽ സ്റ്റാറ്റസ് ദ ഡെത്ത്, ഇൻസാനിറ്റി, ഇൻസോൾവൻസി ആൻഡ് ഇംബേഴ്സ്മെൻറ്റ് ഓഫ് മെമ്പേഴ്സ് വിൽ നോട്ട് അഫക്ട് ദ existence of the company. The members may come and go, but the company continue to exist. Company is permitted to liquidate only as per the provision of the Companies Act. എന്താണെന്ന് പറയുന്നത്? കമ്പനിയുടെ കണ്ടിന്യൂറ്റി എന്നാണ്, അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഒരു സെപ്പറേറ്റ് ലീഗൽ സ്റ്റാറ്റസ് ഉള്ളതുകൊണ്ട് കമ്പനി വേറെ, അതിലുള്ള മെമ്പേഴ്സ് വേറെ എന്നൊരു സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു മെമ്പേഴ്സിൻ്റെ ഡെത്ത് അല്ലെങ്കിൽ മരണം സംഭവിക്കുക, പാപ്പരാകുക, അല്ലെങ്കിൽ മെൻ്റലി സ്റ്റേബിൾ അല്ലാതെ ആവുക, അത് മാനസിക വിഭ്രാന്തി ഉണ്ടാവുക, അല്ലെങ്കിൽ ജയിൽവാസം അനുഭവിക്കുക, ഇങ്ങനെ എന്ത് സംഭവം ഉണ്ട് കഴിഞ്ഞാലും അതൊരിക്കലും കമ്പനിയുടെ പ്രവർത്തനങ്ങളെ അഫക്റ്റ് ചെയ്യുകയില്ല. മെമ്പേഴ്സ് വരും പോകും, അതൊരിക്കലും കമ്പനിയുടെ കണ്ടിന്യൂറ്റീനെ അഫക്റ്റ് ചെയ്യില്ല. അതെപ്പോഴും എക്സിസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നിൽക്കുക. കമ്പനി എങ്ങനെയായിരിക്കും പെർമിറ്റഡ് ടു ലിക്വിഡേറ്റ് ഓൺലി ആസ് പെർ ദ പ്രൊവിഷൻ ഓഫ് കമ്പനീസ് ആക്ട് പ്രകാരം മാത്രമാണ് ലിക്വിഡേഷൻ സംഭവിക്കുകയുള്ളൂ. അത് കമ്പനിയുടെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്ന കമ്പനീസ് ആക്ടിൻ്റെ ഇതിൻ്റെ പ്രൊവിഷൻ്റെ ബേസിൽ മാത്രമാണ്. ഫിഫ്ത്ത് വൺ, പ്രൊഫഷണൽ മാനേജ്മെൻറ്റ്. ആസ് എ കമ്പനി ക്യാൻ അഫോർഡ് ടു പേ ഹയർ സാലറി, ഇറ്റ് ക്യാൻ എംപ്ലോയ് ഹൈ കോമ്പിറ്റൻറ്റ് പ്രൊഫഷണൽ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? കമ്പനി ഹയർ സാലറി അഫോർഡ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഹൈലി കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള പ്രൊഫഷണൽസിനെ നമുക്ക് അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസിൻ്റെ കേസിൽ സാധിക്കും. ദ പ്രസൻസ് ഓഫ് എക്സ്പെർട്ട് പ്രൊഫഷണൽ ഇൻ ദ കമ്പനി ലീഡ് ടു ബാലൻസ്ഡ് ഡിസിഷൻ മേക്കിംഗ് ആസ് വെൽ ആസ് എ ഗ്രേറ്റർ എഫിഷ്യൻസി ഓഫ് ഓപ്പറേഷൻ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? എക്സ്പേർട്ടായിട്ടുള്ള പ്രൊഫഷണൽസ് ഉണ്ടായിരിക്കുമ്പോൾ, അതായത് ആ മേഖലയിൽ ഇപ്പോൾ ഫിനാൻസിൻ്റെ മേഖലയിൽ അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ മേഖലയിൽ പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ളൊരു വ്യക്തി ഉണ്ടാകുമ്പോൾ അവിടെ എടുക്കുന്ന ഡിസിഷനും കാര്യങ്ങളും എല്ലാം കൺട്രോളും എല്ലാം കൃത്യമായിട്ട് നന്നായിട്ട് നല്ല എഫിഷ്യൻ്റ്ലി ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് പ്രൊഫഷണൽ മാനേജ്മെൻറ്റ്. അത് ആണ് അടുത്ത മെറിറ്റായിട്ട് പറയുന്നത്. നെക്സ്റ്റ് മെറിറ്റായിട്ട് പറയുന്നത് പബ്ലിക് കോൺഫിഡൻസ് ആണ്. ഓൾ പബ്ലിക് കമ്പനീസ് ഇൻ ഇന്ത്യ ആർ റിക്വയർഡ് ടു ഡിസ്ക്ലോസ് ദ റിസൾട്ട് ഓഫ് ദെയർ ആക്ടിവിറ്റീസ് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ ഇൻ ദ ആനുവൽ റിപ്പോർട്ട്. ദസ് എ കമ്പനി എൻജോയ് ഗ്രേറ്റ് കോൺഫിഡൻസ് ആൻഡ് ട്രസ്റ്റ് ഓഫ് ദ ജനറൽ പബ്ലിക്. പബ്ലിക് കോൺഫിഡൻസ് എന്ന് പറയുന്നത് എല്ലാ പബ്ലിക് കമ്പനീസും എന്തായിരിക്കണം, കറക്റ്റായിട്ടുള്ള റിസൾട്ടും ആക്ടിവിറ്റീസും ഫിനാൻഷ്യൽ പൊസിഷനും എല്ലാം എന്തായിരിക്കണം, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഇയറിൻ്റെ എൻഡിൽ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം, ആനുവൽ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കണം. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ജനറൽ പബ്ലിക്കിൽ നിന്നൊരു ട്രസ്റ്റ്, ഒരു വിശ്വാസ്യത എന്തായിരിക്കും അത്തരത്തിലുള്ള കമ്പനീസിന് ഉണ്ടാകും. അപ്പോൾ പബ്ലിക് കോൺഫിഡൻസ് ആണ് ലാസ്റ്റ് മെറിറ്റായിട്ട് പറയുന്നത്. ഇനി നമുക്ക് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ലിമിറ്റേഷൻസ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ പ്രയോജനകരമായി തോന്നിയെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്കും ഷെയറും ചെയ്ത് പ്രൊമോട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.